പാരിസ്ഥിതിക ഭേദഗതികൾക്കെതിരെയുള്ള കേസുകൾ പരിഗണിക്കുന്നത് ചെന്നൈ ബെഞ്ചിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ ഡൽഹി ബെഞ്ചിന്റെ ഉത്തരവിനെതിരെയാണ് സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം പോർട്ട് അധികാരികളും ചേർന്ന് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയത്. വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കാൻ ഹരിത ട്രിബ്യൂണലുകൾക്ക് അധികാരമില്ലെന്നും അപ്പീലിൽ പറയുന്നു. കഴിഞ്ഞ മാസം അപ്പീൽ നൽകാനായിരുന്നു തീരുമാനമെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ ഉപദേശത്തെ തുടർന്നാണ് തൽക്കാലം അപ്പീൽ വേണ്ടെന്ന് പോർട്ടും സംസ്ഥാന സർക്കാരും തീരുമാനിച്ചത്. ഹരിത ട്രിബ്യൂണലുകളുടെ പരിധി വെട്ടിക്കുറയ്ക്കുന്നതിനാൽ തൽക്കാലം അപ്പീലിന് പോകണ്ടെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഉപദേശം. ഇത് സംബന്ധിച്ച നിയമ ഭേദഗതി ഇക്കഴിഞ്ഞ പാർലമെന്റിൽ കൊണ്ടുവരാനിരുന്നതാണെങ്കിലും വിവാദമായ ജുഡീഷ്യൽ നിയമ ഭേദഗതി ബിൽ കൊണ്ടുവന്നതിനാൽ തൽക്കാലം കൂടുതൽ വിവാദങ്ങൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ട്രിബ്യൂണലുകളെ സംബന്ധിച്ച കാര്യം ഇക്കുറി പാർലമെന്റിൽ പരിഗണിക്കേണ്ടെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. ഈയൊരു സാഹചര്യത്തിലാണ് പാർലമെന്റ് കഴിഞ്ഞ അടുത്ത ആഴ്ച തന്നെ സംസ്ഥാന സർക്കാരും വിഴിഞ്ഞം പോർട്ടും സുപ്രീം കോടതിയിൽ അപ്പീലുമായി മുന്നോട്ടു പോയത്. ഇതിനിടെ പാരിസ്ഥിതിക നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കേസുകൾ ഇന്ന് ഡൽഹി ഹരിത ട്രിബ്യൂണലിൽ പരിഗണിക്കുന്നതും അപ്പീലിനെ വേഗത്തിലാക്കി. പാരിസ്ഥിതിക നിയമ ഭേദഗതിക്കെതിരെയുള്ള സ്വകാര്യ ഹർജികളാണ് ഡൽഹി ഹരിത ട്രിബ്യൂണൽ പരിഗണിക്കുന്നത്. ട്രിബ്യൂണൽ വിധിക്കെതിരെ അപ്പീൽ നൽകിയ വിവരം സംസ്ഥാന സർക്കാരും പോർട്ട് അധികാരികളും ഹരിത ട്രിബ്യൂണലിനെ അറിയിച്ചു. ഇതേ തുടർന്നാണ് കേസ് അടുത്ത മാസം 22 മാറ്റിയത്. കേന്ദ്ര സർക്കാരും ട്രിബ്യൂണൽ വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയേക്കും. ലക്ഷ്മി രഞ്ജിത്ത്, TV ന്യൂസ്, ഡൽഹി.